ഇതെല്ലാം എന്തിനാ? അള്ളാന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാ. ഞാൻ പറഞ്ഞു വരുന്നത്, മൂന്നാമതായിട്ട് ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ അദാബെന്ന് ലഘൂകരിച്ച് കിട്ടിയത് അത് മഹദിയായ ഫാത്തിമാ ബീവി റളിയല്ലാഹു അൻഹ കാണും. ഫാത്തിമാ ബീവി ഖബർ എടുക്കിയിട്ടുണ്ട്, പക്ഷേ അതൊന്ന് ലഘൂകരണം ലഭിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ഫാത്തിമാ ബീവിയുടെ ബറക്കത്ത് കൊണ്ട് ഈ സിഎം നഗറിൽ വന്ന ഉമ്മമാർക്ക്, പെങ്ങന്മാർക്ക്, ഉപ്പമാർക്ക് ഖബറിന്റെ അദാബിൽ നിന്ന് കാവൽ നൽകറബ്ബേ, രക്ഷ നൽകറബ്ബേ. അറിയുമോ നിങ്ങൾക്ക്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഞാൻ അവസാനിപ്പിക്കട്ടെ, ഒരു ചെറിയ ചരിത്രം പറയുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ പുന്നാര മകൾ സൈനബാ ബീവി റളിയല്ലാഹു അൻഹ സൈനബാബിയെ ഖബറിലേക്ക് ഇറക്കി വെച്ചപ്പോ മുത്തുനബി അതാ മൂടിയതിനു ശേഷം മുത്തുനബിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി വരികയാണ്. സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയെ തങ്ങളെ കരയുകയാണോ? നബിയെ, എന്തിനാ നബിയെ തങ്ങളെ കരയുന്നത്? മുത്തുനബി പറഞ്ഞ, സ്വഹാബത്തെ, എന്റെ പ്രിയപ്പെട്ട സൈനബാന ഖബറിലേക്ക് ഇറക്കി വെച്ചപ്പോ സഹാബ, എന്റെ സൈനബാന ഖബറിന്റെ 2 ഭിത്തികൾ ഉപയോഗിച്ച് അങ്ങെടുത്ത് സഹാബ, എന്റെ പ്രിയപ്പെട്ട സൈനബ എന്ന പൊന്നുമോളുള്ള വാരിയെല്ലുകൾ കൂട്ടിവിട്ടുള്ള ശബ്ദം, ആ വാരിയെല്ലുകൾ അങ്ങ് പൊടിപൊടിക്കുള്ള ശബ്ദം എന്റെ കർണപടങ്ങളെ കൊണ്ട് കേൾക്കുകയാ സഹാബ. താങ്ങാൻ കഴിയുന്നില്ല സഹാബ. മുത്തുനബിയുടെ കണ്ണിൽ നിന്ന് കണ്ണീരങ്ങ് വെട്ടുമ്പോ എന്റെ പ്രിയമുള്ള പെണ്ണുകളെ, ചിന്തിച്ചോ പെണ്ണുകളെ, ഖബറിനെ കുറിച്ചുള്ള കണ്ണീര് കണ്ടുക. സീരിയലിന്റെ മുന്നിലിരുന്നുകൊണ്ട്, സിനിമയുടെ മുന്നിലിരുന്നുകൊണ്ട് എന്റെ കണ്ണുനീര് നീ ചിലവഴിച്ചു കഴിഞ്ഞാ പടച്ചറബിന്റെ കോടതിയിൽ കണക്ക് പറയേണ്ടി വരും. മറന്നുപോകല്ലേ. നാളെ മരണത്തെ പരലോകത്തെ പേടിക്കുന്നവരല്ലേ നമ്മള്. സിനിമ കാണാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലോ, സീരിയൽ കാണാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലോ. കഴിഞ്ഞ റമളാനിലാ കോപ്പ അമേരിക്ക ഫുട്ബോൾ വന്നത്. എത്ര ചെറുപ്പക്കാരാ പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ റമളാനിന്റെ രാപ്പകലുകൾ നഷ്ടപ്പെടുത്തിയത് നമുക്ക് ഫുട്ബോൾ കാണാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലോ. എന്തോ പിന്നെ അതിൽ നിന്ന് മാറി നിൽക്കുന്നത് വളച്ചുവമ്പരാതെ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പാരത്രീക ലോകത്തെ പേടിച്ചത് കണ്ട എന്റെ പ്രിയമുള്ളവരെ, ഇനി നമുക്ക് സിനിമ വേണ്ട, ഇനി നമുക്ക് സീരിയൽ വേണ്ട, ഇനി നമുക്ക് മദ്യം വേണ്ട, ഇനി നമുക്ക് ഹറാമ് വേണ്ട. ഒരാളോട് പിറങ്ങി നിൽക്കല്ലേ, ആരോടും തെറ്റി നിൽക്കല്ലേ. നിഷ്കളങ്കമായ മനസ്സാ നമുക്ക് വേണ്ടത്. കാരണം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാ, ഖബറിലേക്കൊരു മനുഷ്യനെ ഇറക്കി വെച്ചു കഴിഞ്ഞാ ഖബറങ്ങ് കിടക്കുകയാ. ഉമർ തങ്ങൾ ചോദിക്കുന്ന, നബിയെ, സൈനബ തങ്ങളെ പൊന്നുമോളല്ലേ നബിയെ? സൈനബാനെ ഖബറെടുക്കുമോ നബിയെ? തങ്ങളെ പൊന്നുമോളല്ലേ നബിയെ? ആ സമയത്ത് ലോകത്തിന്റെ നേതാവ് പറഞ്ഞതെന്താണെന്നറിയോ? ഇതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. എന്റെ പ്രിയപ്പെട്ട നഗറിൽ എന്ന പെണ്ണുകളെ, ഉമ്മമാരെ, ജീവിതത്തിൽ പഠിച്ചു വെച്ചോ. മുത്തായി നബി തങ്ങൾ മറുപടി പറയുകയാ. സഹാബ, എന്താ പറയുന്നത് സഹാബ? ലൗ നജാ അഹദുൻ മിൻ അദാബിൽ ഖബർ ലനജാ സഅദ് ഇബ്നു മുആദ്. ലൗ നജാ അഹദുൻ മിൻ അദാബിൽ ഖബർ ലനജാ സഅദ് ഇബ്നു മുആദ്. സഹാബത്തെ, ഖബറിന്റെ അദാബിൽ നിന്ന് ആരെങ്കിലും ഒരാൾ രക്ഷപ്പെടുമായിരുന്നെങ്കിൽ, ആരെങ്കിലും ഒരാൾ ഖബറിന്റെ ഒന്നാമത്തെ രംഗമാകുന്ന ഖബറിന്റെ ഉടുക്കലിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ലനജാ സഅദ് ഇബ്നു മുആദ്. എന്റെ പ്രിയപ്പെട്ട സഅദ് രക്ഷപ്പെടണ്ടേ? എന്റെ പ്രിയപ്പെട്ട സഅദ് രക്ഷപ്പെടേണ്ടിരുന്നു. ആ സഅദ് വരെ ഖബറെടുക്കില്ലേ? എന്റെ പ്രിയമുള്ളവരെ, ആരാ സഅദ് റളിയല്ലാഹു അൻഹു? ഞാൻ അവസാനിപ്പിക്കുകയാ. ആരാ സഅദ് റളിയല്ലാഹു അൻഹു എന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ ബദറിന്റെ രണാങ്കുളത്തിലേക്ക് പുറപ്പെട്ടപ്പോ അൻസാരികളെ മുന്നിൽ നിന്ന് വെളുത്ത പതാക പിടിച്ചത് മഹാനായ സഅദ് തങ്ങളാ. മഹാന്മാരായ സ്വഹാബത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു സ്വഹാബത്തിന്റെ മരണം കൊണ്ട് പടച്ചു തമ്പുരാന്റെ ഏറ്റവും വലിയ സൃഷ്ടിയായ അർശ് വിളങ്ങിയിട്ടുണ്ടെങ്കിൽ അത് സഅദ് തങ്ങളെ മരണം കൊണ്ടോ.
സാധ്യതങ്ങൾ ലോകത്തോട് വിട പറഞ്ഞപ്പോ, സാധ്യതങ്ങൾ ആത്മാവെന്ന് വിട പറഞ്ഞപ്പോ പടച്ചു നമ്പരാട് ഏറ്റവും വലിയ പടപ്പായ അർശിവരെ കുലുങ്ങിയെന്ന് ചരിത്രം പറയുമ്പോ തീർന്നിട്ടുള്ള പ്രിയമുള്ളവരെ, സാധ്യതങ്ങളെ ജനാദ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുചെല്ലുമ്പോ അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂലിന്റെ നടത്തത്തിന്റെ രൂപം മാറുകയാണ്. സഅദ് റളിയല്ലാഹുവിന്റെ ജനാദ പള്ളിപ്പറമ്പിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാലിങ്ങനെ എടുത്ത് ചാടിങ്ങനെ നടക്കുകയാണ്. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ എന്തിനാ, നബിയെ എന്തിനാ തങ്ങൾ കാലിങ്ങനെ എടുത്തു വെച്ച് നടക്കുന്നത്? അതിനായി നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ സഹാബ? എന്റെ പൊന്നുമോ സൈദിന പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുചെല്ലുമ്പോ പടച്ചു തമ്പുരാൻ 70,000 മലക്കുകളെ ഇറക്കിവിട്ട് സഹാബ, ആ മലക്കുകളെ, നിങ്ങൾ കാണാത്ത മലക്കുകൾ ജനാദിയെ പിന്തുടരുന്നുണ്ട്. ആ മലക്കുകളെ എന്റെ കാലുകൊണ്ട് ചവിട്ടാൻ പാടില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് സഹാബ ഞാൻ കാലിങ്ങനെ എടുത്തു വെച്ച് നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സായുധങ്ങൾ പോയ ഖബറിലേക്കാ നമ്മളും പോകാനുള്ളത്. ആ 6 മണ്ണിലേക്കാ നമ്മൾ പോകാനുള്ളത്. നമ്മളെവിടെയാ പ്രിയപ്പെട്ടവരെ? മഹാന്മാരായ സഹാബത്ത്, അല്ലാഹുവേ സഹാബത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷിക്കണമല്ല. സഅദ് റളിയല്ലാഹുവിന്റെ ജനാസ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം 6 മണ്ണിലേക്ക് ഇറക്കി വെച്ചത് ലോകത്തിന്റെ നേതാവാ മുത്തുനബിയുടെ ശറഫാക്കപ്പെട്ട കൈ കൊണ്ടാ ഇറക്കി വെച്ചത്. ആ സാധ്യതങ്ങളെ ജനാസ ഖബറിൽ ഇറക്കി വെച്ചതിന് ശേഷം അവിടെ നിന്ന് മോടുകളിൽ വെച്ചു കഴിഞ്ഞാ ആപ്പിള് പോലെ നല്ല നല്ല സൗന്ദര്യമുള്ള മുത്തുനബിയുടെ പ്രകാശത്തിന്റെ പ്രഭയാർന്ന മുഖമുണ്ടല്ലോ. ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള മുഖം മദീനയിലാ. ലോകത്തെ ഏറ്റവും വലിയ പ്രഭയുള്ളത് മദീനയിലാ. ലോകത്തെ ഏറ്റവും വലിയ പ്രേമത്തിന്റെ അന്ധകാരത്തിലേക്ക് കയറിപ്പോയ സ്നേഹമുള്ളത് അത് മദീനയോടാണ് മറന്നുപോകല്ലോ. ആ മദീനയേക്കാ സൗന്ദര്യമേതാ, മുത്തുനബിയേക്കാ സൗന്ദര്യമേതാ. ആപ്പിള് പോലെ നല്ല നല്ല സുന്ദരമായ പ്രഭയുള്ള മുത്തുനബിയുടെ പൂമുഖമതാ ആ സമയത്തങ്ങ് ചുവന്നു തുടിക്കുകയാ. മുത്തുനബിയുടെ വെളുവെളുത്ത മുഖത്തിന്റെ രൂപമങ്ങ് മാറുകയാ. അല്ലാഹുവിന്റെ റസൂൽ സുബ്ഹാനല്ലാഹ് ചൊല്ലുകയാ. സഹാബത്ത് ഏറ്റ് ചൊല്ലുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ ഹംദ് ചൊല്ലുകയാ. 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് ചൊല്ലി. മഹാനായ ഇബ്നു ദാവൂദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ് ചൊല്ലി. 33 പ്രാവശ്യം അല്ലാഹു അക്ബർ ചൊല്ലി. അല്ലാഹുവിന്റെ റസൂലിന്റെ രൂപം ഇങ്ങനെ മാറി വന്നപ്പോ സാധ്യതങ്ങളെ ജനാസ ഖബറിൽ വെച്ചതിന് ശേഷം മറമാടിയതിന് ശേഷം മുത്തുനബി മദീനയിലേക്ക് മടങ്ങുമ്പോ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ ചോദിക്കുന്നു, നബിയേ തങ്ങൾ എന്തിനാ നബിയേ ഇന്നവരെ ഒരു സഹാബിയെ ഖബറിൽ വെക്കപ്പോഴും കണ്ടിട്ടില്ലല്ലോ നബിയേ, തങ്ങൾ എന്തിനാ സുബ്ഹാനല്ലാഹ് ചൊല്ലിയത് നബിയേ, തങ്ങൾ എന്തിനാണ് ഹംദ് ചൊല്ലിയത് നബിയേ? പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ സഹാബാ? ഞാൻ സുബ്ഹാനല്ലാഹ് ചൊല്ലിയത് എന്താണെന്നറിയോ? എന്റെ സഅദ് മോനെ ഹാറഡ് മണ്ണിലേക്ക് ഇറക്കി വെച്ചപ്പോ, സഅദ് തങ്ങളെ ജനാസയുടെ മുകളിലങ്ങ് കല്ലങ്ങ് വെച്ചപ്പോ എന്റെ സഅദിന്റെ ശരീരത്തെ ആ ഖബറിന്റെ 2 ഭിത്തികളങ്ങ് അമർത്തി പ്രസ് ചെയ്ത് സഹാബാ ഇന്നീ അറാമാനം തരാ. ഖബറിന്റെ അകത്തളങ്ങളിൽ നടക്കുന്ന അത്ഭുതങ്ങൾ കാണുന്ന ലോകത്തിന്റെ നേതാവ് സഹാബത്തിനോട് പറയുന്ന സഹാബ, സഅദിന്റെ ജനാസയെ ഖബറങ്ങിടുക്കിയപ്പോ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമോൻ സഅദിന്റെ ആ വാരിയല്ലുകളങ്ങ് കൂട്ടിമുട്ടുമ്പോ പൊടിപൊടിക്കുന്ന ശബ്ദം എന്റെ കർണപടങ്ങളെ കൊണ്ട് കേട്ടുപോയി സഹാബ. സഹിക്കാൻ കഴിഞ്ഞില്ല ഉമറേ, സഹിക്കാൻ കഴിഞ്ഞില്ല സഹാബ. അതുകൊണ്ടാണ് തസ്ബീഹ് ചൊല്ലിയത്. നമ്മൾ തസ്ബീഹ് ചൊല്ലിയപ്പോ ഖബറങ്ങ് അയക്കുകയാ. അപ്പോഴാണ് ഹംദ് ചൊല്ലിയത്. കുറച്ചു കഴിഞ്ഞപ്പോ തക്ബീർ ചൊല്ലിയില്ലേ, അത് ഖബറങ്ങ് ആ ഇടുക്കളിൽ നിന്ന് അയകെടുത്തപ്പോഴാ. എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കാൻ വേണ്ടി പറയുകയാ. ഞാൻ എന്റെ ശരീരത്തോട് പറയുകയാ, നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാ. നമ്മളെവിടെയാ പ്രിയപ്പെട്ടവരെ നമ്മളെ കണ്ടത്? 12 ഖബറസ്ഥാനിൽ 6 അടി മണ്ണ് മാത്രമാ നമ്മളെ കണ്ടത്. ആ
ആരുടെ മണ്ണിന്റെ ഉള്ളിൽ നടക്കുന്ന അത്ഭുതങ്ങളെ കുറിച്ചൊന്ന് പഠിക്കണേ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവേ, ഖബറിനെ കൊണ്ട് ചിന്തിച്ചാ പിന്നെ തെറ്റ് ചെയ്യാ മനസ്സ് വരില്ലല്ലോ, പിന്നെ ഹറാമ് ചെയ്യാ മനസ്സ് വരില്ലല്ലോ. ഒരാളെപ്പറ്റി നമ്മൾ രൂപത്ത് പറയില്ലല്ലോ, ഒരാളെപ്പറ്റി നമ്മൾ കുറ്റം പറയില്ലല്ലോ. നല്ലവരായിട്ടാ ജീവിക്കേണ്ടത്, നല്ല മനസ്സുമായിട്ടാ ജീവിക്കേണ്ടത്. ആരോടും നമുക്ക് വൈരാഗ്യം വേണ്ട, ഒരാളോട് നമ്മൾ പിണങ്ങിക്കഴിയണ്ട. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നമ്മൾ വേദനിപ്പിക്കരുത്, അമ്മായിമ്മമാരെ നമ്മൾ വേദനിപ്പിക്കരുത്, മരുമക്കളെ നമ്മൾ വേദനിപ്പിക്കരുത്. നമ്മളെല്ലാം ഒരു കുടുംബമാ. ഇന്ന് മരിച്ചാൽ നാളെ ഖബറിലാ മറന്നു പോവല്ലോ. ഇന്ന് മരിച്ചാൽ ഇവിടുത്തെ സുഖങ്ങളെല്ലാം നശിക്കുകയാ. നമ്മളെ മക്കൾ നാളെ ഖബറില്ലല്ലോ, നമ്മളെ സമ്പത്ത് നാളെ ഖബറില്ലല്ലോ, നമ്മുടെ പാർപ്പിടം നാളെ ഖബറില്ലല്ലോ, നമ്മളെ വാഹനം നാളെ ആരുടെ മണ്ണിലില്ല. എന്തിനും പറയുന്നു, നമ്മുടെ ശരീരത്തിൽ ഇറങ്ങുമ്പോൾ, നമ്മൾ ഉറങ്ങുമ്പോൾ വരെ, നമ്മളെ കൊണ്ട് നടക്കുന്ന നമ്മുടെ മൊബൈൽ വരെ ഒന്നും നമ്മുടെ കൂടെ ഖബറിലില്ല. ആ ഖബറുള്ളതെന്താ? ഖബറിൽ ഉപകാരമുള്ളതെന്താണെന്നറിയോ? ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ് ചർച്ച ചെയ്യാം. ആദ്യമായിട്ട് ഖബറിന്റെ അകത്തളങ്ങളിൽ നടക്കുന്ന അത്ഭുത മുത്തായി നബി തങ്ങൾ പറയുകയാ, ആ മനുഷ്യനങ്ങ് ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ അവിടുത്തെ 2 ഭിത്തികൾ ഉപയോഗിച്ച് ഖബറങ്ങ് കൊടുക്കുകയാ. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളെ കാക്കണേ അല്ലാ. അല്ലാഹുവേ, ഖബറിന്റെ 1ാമത്തെ ഇടുക്കലല്ലോ, ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാ, ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാ. ഇത് 8 രംഗങ്ങൾ 6 അടി മണ്ണിന്റെ ഉള്ളിൽ വരാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. നമ്മൾ വിചാരിച്ചു ഖബറിലേക്ക് വന്നാൽ എല്ലാവരും പിരിഞ്ഞുപോയി കഴിഞ്ഞാൽ പിന്നെ മുങ്കർ നക്കീർ അലൈഹി സ്വലാത്തു വസ്സലാം വരും, അല്ലേ? മുങ്കർ നക്കീർ അലൈഹി സ്വലാത്തു വസ്സലാം ഖബറിലേക്ക് വരുന്നതിന്റെ മുമ്പേ 3 രംഗങ്ങൾ ഖബറിൽ നമുക്ക് കഴിയാനുണ്ട്. 3 രംഗങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് മഹാനായ മുങ്കർ നക്കീർ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരുന്നത്. മുങ്കർ നക്കീർ വന്നു പോയതിന് ശേഷം നമ്മുടെ ഖബറിൽ നടക്കുന്നതെന്താണ്? ഇൻഷാ അല്ലാഹ് നമുക്കത് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ സദസ്സ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിതത്തിൽ ധാരാളം തെറ്റുകുറ്റങ്ങൾ നമ്മുടെ കണ്ണുകൊണ്ടും നമ്മുടെ വായ കൊണ്ടും നമ്മുടെ നാവ് കൊണ്ടും ശരീരങ്ങളെ കൊണ്ടൊക്കെ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയവരാ. മനുഷ്യനെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. വാല് കേൾക്കുമ്പോൾ നമുക്ക് നല്ല ഈമാൻ കൂടും. ഇവിടെ നമ്മൾ തീരുമാനിക്കും, ഇനി ഒരിക്കലും നിസ്കാരം ഒഴിവാക്കൂല, ഇനി ഒരിക്കലും മദ്യം വേണ്ട, സിനിമ വേണ്ട, സീരിയൽ വേണ്ട, ഒരാൾ ഞാൻ കുറ്റം പറയില്ല. ഇവിടെ നമുക്ക് ഈമാൻ കയറുമ്പോൾ നമ്മളൊക്കെ തീരുമാനിക്കും. പിന്നെ മനുഷ്യന്റെ അവസ്ഥ എങ്ങനെയാണ്? ഇൻസാൻ എന്ന് പറഞ്ഞാൽ നസി എന്ന് പോകുന്നതാ, മറന്നു എന്നുള്ളതിൽ. ഇൻസാൻ എന്ന് പറഞ്ഞാൽ മറവി എന്നാണ്. മറവിയിൽ നിന്നാണ് ഇൻസാൻ എന്നുള്ളത് വന്നത്. മനുഷ്യനൊക്കെ മറക്കും. മനുഷ്യൻ വാല് കേൾക്കുമ്പോൾ നല്ല പേടിയുണ്ടാവും. പിന്നെ നമുക്ക് മറന്നിട്ട് നമ്മൾ തെറ്റിലേക്ക് അറിയാതെ പോകും. അള്ളാഹുവിനോട് തൗബ ചെയ്യാം. അള്ളാഹു പുറത്തു തരുമാറാവട്ടെ. ജീവിതത്തിൽ വന്ന സർവ്വ പാപങ്ങളും അള്ളാഹു പുറത്തു തരുമാറാവട്ടെ. നല്ലവരായി ജീവിക്കാൻ സാധുവായ എനിക്കും നിങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഞങ്ങളുടെ സദസ്സ് അൽഹംദുലില്ലാഹ് വലിയ വിജയമായി. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അള്ളാഹുവെ ഇരു ലോകത്തിൽ നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. ഈ സദസ്സ്